അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا إنك جامع الناس ليوم لا ريب فيه إن الله لا يخلف الميعاد അല്ലാഹുവിൻ്റെ വിനീതരായ ദാസീദാസന്മാരെ, പ്രപഞ്ചനാഥനും പരമാധികാരിയും ഈ പ്രപഞ്ചത്തിലെ സൂക്ഷ്മ സ്ഥൂല ചരാചരങ്ങളെയാകെ യാതൊരു മടുപ്പും അശക്തിയും കൂടാതെ നിരീക്ഷിച്ചും ശുശ്രൂഷിച്ചും പരിചരിച്ചും ഈ പ്രപഞ്ചത്തിൻ്റെ റബ്ബം, ഈ പ്രപഞ്ചത്തിൻ്റെ രക്ഷാധികാരിയുമായ അള്ളാഹുവിനെ അറിയേണ്ട പ്രകാരം അറിഞ്ഞും അള്ളാഹുവിലേക്ക് അടുത്തും അവൻ്റെ മഹബ്ബത്തിനെ, ഇഷ്ടത്തെ തേടിയും ആഗ്രഹിച്ചും കൊതിച്ചും തഖ്വയുള്ളവരായ നല്ല ഉത്തമ വിശ്വാസികളായി തീരാൻ എന്നെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഉണർത്തുകയും വസിയത്ത് ചെയ്യുകയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ജീവിതത്തെ തഖ്വ കൊണ്ട് ശുദ്ധീകരിച്ച് നാഥനിഷ്ടപ്പെട്ട ഇബാദുകളായി മാറാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഓതിവച്ച സൂറത്ത് ആലി ഇമ്രാനിലെ 8-9 വചനങ്ങളടങ്ങിയ അതിവിശിഷ്ടമായ 2 പ്രാർത്ഥനകളാണ്. നമുക്കറിയാം, നമ്മുടെ ഇബാദത്തുകൾ, ആരാധനകൾ എല്ലാം പ്രാർത്ഥനാ നിർഭരമാണ്. ജീവിതത്തിൽ ഒരുപാട് സംസാരിക്കുന്ന, പലതും പലരോടും റിക്വസ്റ്റ് ചെയ്യുകയും ആവശ്യപ്പെടുകയും നൽകുകയുമൊക്കെ ചെയ്യുന്ന നമ്മൾ, അതിൽ നിന്നൊക്കെ ഭിന്നമായി നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കി, മനസ്സിനെ ശുദ്ധീകരിച്ച് നിർമ്മലമായ കളങ്കമേറ്റാത്ത മായം ചേരാത്തൊരു മനസ്സുമായി നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ
അള്ളാഹുവിനോട് പറയുമ്പോൾ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ഊർജവും സമ്പത്തും ധന്യതയും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നിങ്ങളുടെ നാവിൻ തുമ്പിലൂടെയും മനസ്സിലൂടെയും ഒക്കെ വന്നത് അള്ളാഹുവുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചുകൊണ്ടുള്ള ദുആയാണ് എങ്കിൽ, അള്ളാഹുവുമായിട്ടുള്ള അടുത്ത ബന്ധത്തിൻ്റെ ആധാരമാക്കിയിട്ടുള്ള പ്രാർത്ഥനയാണ് എങ്കിൽ നിങ്ങൾക്കത് അനുഭവിക്കാൻ സാധിക്കും. മറ്റേത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്ത് ചുണ്ടനക്കം മാത്രമുള്ള പ്രാർത്ഥന, കാണാതെ പഠിച്ചിട്ടുള്ള പ്രാർത്ഥന, മനസ്സറിയാത്തുള്ള പ്രാർത്ഥന നമ്മൾ വിട്ടു. നിങ്ങളുടെ കൽബിനെ തൊട്ടു തലോടി ഉണർത്തി ഉത്തേജിപ്പിച്ച് എൻ്റെ നാഥനോടാണ് ഞാനിത് ചോദിക്കുന്നത് എന്ന് കരുതി നമ്മൾ നിർവഹിക്കുന്ന എല്ലാം, എന്ന് കരുതി നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെല്ലാം, നമ്മുടെ മനസ്സശ്രദ്ധമാകാത്ത എല്ലാ ദുആകളും അത് അല്ലാഹു നേർക്കുനേരെ സ്വീകരിക്കുന്നു എന്ന് മാത്രമല്ല, നിങ്ങളുടെ മനസ്സുമായി അതിനെ, നിങ്ങളുടെ ജീവിതവുമായി അതിനെ ബന്ധിപ്പിക്കുന്നു എന്നതാണ്. നോക്കൂ, നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നിർവഹിക്കുന്ന ആ നിസ്കാരത്തിലെ ഏറ്റവും പരമപ്രധാനമായ സമർപ്പണത്തിൻ്റെ രൂപമാണ് സുജൂദ്, അല്ലേ? 2 സുജൂദുകളാണ് ഒരു റക്അത്തിലുള്ളത്. 2 സുജൂദ്. ഈ 2 സുജൂദ് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ ഒരേ ഒരാളുടെ മുന്നിൽ സമർപ്പിക്കുന്ന സമർപ്പണ രൂപമാണ് സുജൂദ് എന്ന് പറയുന്നത്. സാഷ്ടാംഗം അർപ്പിക്കുക എന്ന്. അത് വാപ്പാനോടും വല്യപ്പാനോടും എത്ര ബഹുമാനം ഉണ്ടായാലും അത് നമ്മൾ ആർക്കും കൊടുക്കൂല, ഒരാൾക്കും കൊടുക്കൂല. അതെൻ്റെ റബ്ബിന് മാത്രമെന്നാണ്. ആ സുജൂദുകൾക്കിടയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ യാചിക്കുന്ന 7ഓളം യാചനകളുണ്ട്. നിങ്ങൾ എത്ര പേര് അത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഒന്ന്, സുജൂദ് ഞാനൊന്നുമല്ല, എന്നെ ആളുകൾ ഇനി എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാലും പടച്ചോനെ നിൻ്റെ മുന്നിലാണ് എൻ്റെ നെറ്റിത്തടം, എൻ്റെ കൽബ്, എൻ്റെ ജീവിതം, എൻ്റെ മനസ്സ് എല്ലാം അല്ലാഹുവേ നിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്നു. ഇതാണല്ലോ സുജൂദ്. ഇങ്ങനെ 2 സുജൂദുകൾ ഒരു റക്അത്തിലുണ്ട്. അപ്പോൾ 4 റക്അത്തുള്ള നമസ്കാരത്തിൽ 8 സുജൂദുകളായി. അപ്പോൾ ഇതിനിടയിലുള്ള ഒരു ഇരുത്തമുണ്ടല്ലോ, സുജൂദ്, സജദത്തു ബൈന സുജൂദൈനി, 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം. ഈ ഇരുത്തത്തിൽ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥന എന്താ? നമ്മൾ സാധാരണ പ്രാർത്ഥിക്കരുത്. 7 കാര്യങ്ങൾ നമ്മൾ ചോദിക്കാറ്. റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. 7 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ ജീവിതത്തിലെ ഇഹപര സൗഭാഗ്യങ്ങളെ, നമുക്കൊരു സ്ഥലത്ത് മാത്രം സുഖം പോരല്ലോ, ഒരു ലോകത്ത് മാത്രം സുഖം പോരും. ഒരാൾ തീരുമാനിക്കണം ഈ ലോകത്ത് ഒരു സുഖവും വേണ്ട, പരലോകത്ത് മതി, അങ്ങനെ തീരുമാനിക്കാൻ പറ്റുമോ? അങ്ങനെ ആഗ്രഹിക്കാൻ പറ്റില്ല. ചിലവർ ചിന്തിക്കണം എന്താ, ഈ ലോകത്ത് അടിച്ചു പൊളിക്കുക, പരലോകം എന്ത്, അങ്ങനെ ഒരു സാധനം വന്ന് അപ്പോൾ നോക്കാം. അങ്ങനെയുമല്ല. ഇരുലോകത്തെയും സമ്പന്നമാക്കാനുള്ളൊരു മാസ്റ്റർ പ്ലാനാണ് സത്യത്തിൽ ഈ 2 സുജൂദുകൾക്കിടയിൽ നമ്മൾ ചോദിക്കുന്നതെന്ന്. ഇത്രയും കാലം അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇനി മുതലുള്ള നിസ്കാരത്തിൽ ചിന്തിക്കണം. റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ആദ്യത്തെ ചോദ്യം എന്താണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യം. അല്ലാഹു എനിക്ക് പുറത്തു തരണമേ. ആ സംഗതി ചോദിക്കാതെ നമുക്ക് ഒരടി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു വിശ്വാസിയുടെ വിജയിച്ച ജീവിതത്തിൻ്റെ നിദാനവും തെളിവും അവൻ എപ്പോഴും ഇസ്തിഗ്ഫാറിൻ്റെ മനസ്സുണ്ടാവുന്ന. പടച്ചോനെ പറഞ്ഞത് അധികമായോ റബ്ബേ, പൊറുക്കണോട്ടാ. ഭാര്യയോടാകാം, മക്കളോടാകാം, കൂട്ടുകച്ചവടക്കാരനോടാകാം, കസ്റ്റമറോടാകാം, മുതലാളിയോടാകാം, കൂട്ടുകാരനോടാകാം. പടച്ചോനെ പുറത്ത് തരണേ. ഇത് ഇസ്തിഗ്ഫാറിൻ്റെ മനസ്സിലാണ്. അടിവരായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോ, വിജയിച്ചിരിക്കുക മനുഷ്യൻ. 2 സുജൂദെന്ന മഹാമാസ്മരികത നിറഞ്ഞ
ഇസ്ലാമിലെ അതിവിശിഷ്ടവും ശ്രേഷ്ഠവുമായ ഇബാദത്തിൽ നിർവഹിക്കുന്ന ഈ സാഷ്ടാംഗ പ്രണാമത്തിനിടയിൽ അള്ളാഹുവിനോട് ചോദിക്കുന്ന യാചിക്കുന്ന 7 കാര്യങ്ങളിൽ ഒന്നാമത്തേത് റബ്ബിഗ്ഫിർലി, അള്ളാഹുവേ നീ എനിക്ക് പുറത്തു തരണമേ. നോക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ ഉത്തമ മനുഷ്യനായിരുന്നു ആര്? അബൂബക്കർ സിദ്ദീഖ്. ഞാനിപ്പോൾ ഇനി സിദ്ദീഖുൽ അക്ബറിനെ കുറിച്ച് ഈ മിമ്പറിൽ നിന്ന് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഒരു വട്ടമല്ല, പലവട്ടമല്ല, 100,000 വട്ടം നമ്മൾ കേട്ട് തഴമ്പിച്ച പരിചയിച്ച ഒരു വാക്കാണത്, സിദ്ദീഖുൽ അക്ബർ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്ക് നമസ്കാരത്തിലൊക്കെ ചെല്ലാൻ പറ്റിയ ഒരു പ്രാർത്ഥന എനിക്ക് പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന എന്താണെന്നറിയാം? അല്ലാഹുമ്മ ഇന്നി ളലംതു ളുൽമൻ കസീറാ. അല്ലാഹുവേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അതിക്രമങ്ങൾ, കുറച്ചല്ല കസീറ എന്ന് പറഞ്ഞ കുറേ. ആരത് പറയണേ? ഉത്തമ മനുഷ്യൻ, സഹാബികളിൽ ഒരാൾക്കും തോൽപ്പിക്കാൻ പറ്റാത്ത വിധം നന്മകളുടെ കേദാരമായി ഇസ്ലാമിൻ്റെ സുവർണ ചരിത്രത്തിൽ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന മഹാനുഭാവനായ പ്രവാചകന്റെ ഉത്തമ അനുയായി. അദ്ദേഹം പറയാണെന്ത്? അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ. ഞാൻ ഒരുപാട് അതിക്രമങ്ങൾ ധാരാളം ഞാൻ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത്, അല്ലാഹുവേ നീ അല്ലാതെ ആ തെറ്റുകൾ പാപങ്ങൾ പൊറുക്കാൻ ആരുമില്ല. അതുകൊണ്ട് ഫഗ്ഫിർലി, ഫസ്റ്റ് റിക്വസ്റ്റ്, അള്ളാഹുവിനോടുള്ള ആദ്യത്തെ ആവശ്യം എന്താ? ഫഗ്ഫിർലി, എനിക്ക് നീ പുറത്തു തരണം, മാപ്പാക്കണം. മഗ്ഫിറത്തും മിൻ ഇൻദിക്, നിന്റെ അടുത്ത് നിന്ന് മാത്രം കിട്ടുന്ന ആ മഗ്ഫിറത്തുള്ള പാപമോചനം അതെനിക്ക് നൽകണം. എന്നിട്ടാണ് വറഹംനി, എന്നോട് കരുണ കാട്ടണം. ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, നീ ഏറെ പൊറുക്കുന്നവനാണ്, ഏറെ കരുണാവാരിധിയാണ് എന്ന്. ഇത് നബിയോട് സിദ്ദീഖുൽ അക്ബർ ചോദിച്ചപ്പോൾ ചോദിക്കാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന. ഇതാണ് സുജൂദുകൾക്കിടയിൽ ആദ്യം ചോദിക്കുന്നത്. രണ്ടാമതോ വർഹംനി, എന്നോട് കരുണ കാട്ടേ. അള്ളാഹുവിൻ്റെ കാരുണ്യമില്ലാത്ത ഒരു സെക്കൻഡ് നമ്മുടെ ജീവിതത്തിലില്ല. ഞാനിത് മരിക്കണ വരെ ഈ മിമ്പറിൽ നിന്ന് പറയും. എന്താ കാര്യം എന്നറിയോ? നമ്മുടെയൊക്കെ ജീവിതം അത്രയേ ഉള്ളൂ. ഇന്ന് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത 2 കുട്ടികൾ, ഒരു മുതിർന്ന സഹോദരൻ്റെ വാർത്ത. ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹിൻ്റെ കരുണ ഉണ്ടെങ്കിൽ ഒരിറക്ക് വെള്ളം ഈ അന്നനാളത്തിലൂടെ യാതൊരു തടസ്സവും കൂടാതെ എത്ര വട്ടം നമ്മൾ കുടിക്കുന്നുണ്ട്? ഒരിറക്ക് വെള്ളം, നമ്മുടെ ദാഹം. എന്തിനാ ഒരു ഉമിനീര് വായിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉമിനീര് തടസ്സം കൂടാതെ അകത്തേക്ക് ഇറങ്ങിപ്പോണം. പടച്ചോൻ്റെ കാരുണ്യം വേണമെന്ന് അല്ലേ? ആ കഴുത്തൊന്ന് വലത്തോട്ടും തടസ്സമില്ലാതെ ഇടത്തോട്ടൊന്ന് തിരിക്കണമെങ്കിൽ കാരുണ്യം വേണമെന്ന. ഏതിനാ കാരുണ്യം വേണ്ടാത്തത്? രണ്ടാമത്തെ ചോദ്യം, അല്ലാഹുവേ, നിറഞ്ഞ് വഴിഞ്ഞൊഴുകുന്ന നിന്റെ മഹത്തായ കാരുണ്യമുണ്ടല്ലോ, ആ കാരുണ്യം വർഹംനി, നീ എന്നും എന്നോട് ഉദാരതയോടുകൂടി ചൊരിയണേ നാഥ എന്നാണ്. നോക്കൂ, 2 സുജൂദുകൾക്കിടയിൽ രണ്ടാമത് പ്രാർത്ഥിക്കാം. യുദ്ധം കഴിഞ്ഞ് തടവുകാരെയൊക്കെ പിടിച്ച് അങ്ങനെ തടവുകാരായി പിടിക്കപ്പെട്ട പുരുഷന്മാർ, സ്ത്രീകൾക്കിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീനെ കണ്ടു. എന്താണെന്നറിയോ? ആ സ്ത്രീ ഇങ്ങനെ പരക്കം പാഞ്ഞ് നടക്കുക. എന്താ കാര്യം എന്നറിയോ? മുലയൂട്ടുന്ന തൻ്റെ കുഞ്ഞിനെ കാണാനില്ലാതാ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി അതിലെടുക്കും. ആ സ്ത്രീ കുറേ തെരഞ്ഞവസാനം ആ കുട്ടി എങ്ങനെ കിട്ടിയപ്പോൾ ആ കുട്ടി ഇങ്ങനെ തൂക്കിയെടുത്ത് മാറോട് ചേർത്തിട്ടിങ്ങനെ വാരി പുണർന്നിങ്ങനെ ആവർത്തിച്ച് ഉമ്മ വെച്ച് അവസാനം തൻ്റെ മാറിടത്തിൽ നിന്ന് മുലപ്പാൽ ചൊരിഞ്ഞു കൊടുക്കുന്നത് കണ്ടപ്പോൾ റസൂലുള്ള സഹാബികളോട് പറഞ്ഞു, നിങ്ങൾ കണ്ടോ ആ സ്ത്രീ എന്ന് വെച്ചു. ആ കണ്ടു റസൂലേ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ആ സ്ത്രീ തൻ്റെ കുട്ടിയെ തീയിലിട്ട് ചുട്ട് കരിക്കുമെന്ന്? സഹാബികൾ പറഞ്ഞു, ഒരിക്കലുമില്ല റസൂലേ, ഒരിക്കലും ആ സ്ത്രീ അങ്ങനെ ചെയ്യില്ല. എങ്കിൽ നിങ്ങളുടെ രക്ഷിതാവിന്, തൻ്റെ അടിമകളോടുള്ള കാരുണ്യവും സ്നേഹവും ഇതിനേക്കാൾ എത്ര മേലെയാണ് എന്നാണ് പറഞ്ഞത്. അല്ലാഹു അർഹമു ബിഇബാദിഹി, അള്ളാഹു തൻ്റെ അടിമകളോട് ഏറ്റവും കരുണയുള്ളവനാണ്. മിൻ ഹാദിഹി ബിവലദിഹ, ഈ പെണ്ണുണ്ടല്ലോ, ആ സ്ത്രീ തൻ്റെ വലതിനോട് തൻ്റെ കുട്ടിയോട് കാണിച്ച ഈ സ്നേഹം, ഇത് കണ്ട ആരുടെ കരളാണ് അലിഞ്ഞു പോകാത്തത്? ആർക്കാണ് കണ്ണീര് വരാത്തത്? ആർക്കാണ് അലിവും ദയയും സ്നേഹവും തോന്നാത്തത്? എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, അതിനേക്കാളൊക്കെ എത്രയോ ഉയരത്തിലുള്ള അർഹമു ബിഇബാദിഹി, ഏറ്റവും കരുണാവാരിധിയാണ് അല്ലാഹു. ആ പടച്ചോനോടാണ് നമ്മൾ രണ്ടാമത് ചോദിക്കുന്നത് വർഹംനി എന്ന്.
മൂന്നാമത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആരും ശ്രദ്ധിക്കാറില്ലത്. വജുബുർനി, മൂന്നാമത്തെ ചോദ്യം എന്താണെന്നറിയോ? അല്ലാഹുവേ, എൻ്റെ കുറവുകൾ നീ പരിഹരിക്കണമെന്ന. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഭയങ്കരമാണ് നമ്മുടെ ജീവിതത്തിൽ അത്. നമ്മൾ ഒരറ്റത്ത് നിന്ന് ഈ പള്ളിയിലിരിക്കുന്ന ഓരോ ആളുകളെയും എന്നെയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോരോ കുറവുകൾ, നമുക്ക് ഓരോരോ തരത്തിലുള്ള നഷ്ടങ്ങൾ ജീവിതത്തിലുണ്ട്, ഇല്ലേ? വജുബുർനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നിലുള്ള എല്ലാ കുറവുകളും ന്യൂനതകളും അല്ലാഹുവേ നീ നികത്തിത്തരണമേ, എൻ്റെ നഷ്ടങ്ങളെ നീ നികത്തിത്തരണമേ എന്നാണ്. മഹദി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ഉമ്മു സലമയുടെ ഭർത്താവിൻ്റെ പേര് അബൂ സലമ. ഇസ്ലാമിക ചരിത്രത്തിൽ പലവരും കേട്ട പരിചിതമായൊരു ശബ്ദമാണ്, ഒരു പേരാണത്. ഉമ്മു സൽമയും അബൂ സൽമയും. അബൂ സൽമ മരണപ്പെട്ടു, കുട്ടികളുണ്ട്. ഈ മക്കളെ ഇങ്ങനെ നോക്കും. ആർക്കാ വിഷമം? ഉമ്മു സലമക്ക്, അബൂ സൽമയുടെ ഭാര്യക്കാണ്. അവർ കടുത്ത ദുഃഖത്തിലാണ്. ഈ സമയത്ത് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നറിയോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളൊക്കെ ചെല്ലാറുള്ള പ്രാർത്ഥനയാണ്. ഭർത്താവ് മരിച്ചാലും ഭാര്യ മരിച്ചാലും ലോകത്ത് ആര് മരണപ്പെട്ടാലും നമുക്കിത് ചൊല്ലാം. മുസ്ലിങ്ങൾ മാത്രം മരിച്ചാലെന്നൊന്നുമില്ല, ലോകത്ത് ആര് മരണപ്പെട്ടാലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താ അതിൻ്റെ അർത്ഥം? അതേപോലെ ഞങ്ങളും പോകും, ആ റബ്ബിലേക്ക് മടങ്ങും. എല്ലാവരും, ഞങ്ങളെല്ലാവരും ആ റബ്ബിലേക്ക് മടങ്ങുന്നവരാകുന്നു എന്ന് സ്വന്തം നഫ്സിനെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നാണത്. എന്നിട്ട് അവർ പ്രാർത്ഥിച്ചെന്തറിയുമോ? അല്ലാഹുമ്മ ഉജുർനി മിൻ മുസീബത്തി, എൻ്റെ മുസീബത്തുകളിൽ, പ്രയാസങ്ങളിൽ അല്ലാഹു നീ എനിക്ക് പ്രതിഫലം നൽകണമേ. ഒരാളുടെ ജീവിതത്തിൽ ഒരു മുസീബത്തും ഇല്ലാത്തൊരു പ്രകൃതം അല്ലാഹു മനുഷ്യന് നൽകുമെന്ന് വല്ല ഉറപ്പെവിടെയും കൊടുത്തിട്ടില്ല. മുസീബത്തുകളുണ്ടാവും. അപ്പം മുസീബത്ത് വന്നാൽ അതിനെന്താണ്? അല്ലാഹുമ്മ ഉജുർനി, അതിന് നീ അജ്ർ നൽകണമേ, പ്രതിഫലം നൽകണമേ. എന്നിട്ടോ വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, ആ മുസീബത്തിനേക്കാൾ ഖൈറായതെനിക്ക് നീ പകരമായി നൽകണമേ. ഇത് ഭർത്താവ് മരിച്ചു കിടക്കുന്നു. ആ ഭർത്താവ് മരണപ്പെട്ട സമയത്ത് പ്രാർത്ഥിച്ചതാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് പ്രാർത്ഥിച്ചു പറയാം, അല്ലാഹുവേ, അല്ലാഹുമ്മ ഉജുർനി മിൻ മുസീബത്തി, അല്ലാഹുവേ എനിക്ക് ബാധിച്ച മുസീബത്ത്, ആ മുസീബത്തിൻ്റെ പേരിൽ അല്ലാഹു നീ എനിക്ക് പ്രതിഫലത്തെ നൽകണമേ. ഞാൻ സഹിച്ചതിൻ്റെ, ക്ഷമിച്ചതിൻ്റെ, ഞാൻ കഷ്ടപ്പെട്ടതിൻ്റെയൊക്കെ പ്രതിഫലം നീ എനിക്ക് നൽകണമേ. വഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, അതിനേക്കാൾ ഉത്തമമായതിനെ നൽകണമേ. നോക്കൂ, ഇസ്ലാമിക ചരിത്രത്തിൽ ആരുമില്ലാതായ ഈ ഉമ്മു സൽമയെ പിന്നീട് വിവാഹം കഴിക്കുന്ന ആരാന്നറിയോ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ലോകത്തിൻ്റെ ഗുരുനാഥനായ അള്ളാഹുവിൻ്റെ തിരുദൂതരൻ്റെ പ്രിയപത്നിയായി ഇസ്ലാമിക ചരിത്രത്തിൽ പിന്നീട് നാം ഉമ്മു സൽമയെ കാണുന്നുണ്ട്. അബൂ സൽമയേക്കാൾ മികച്ചൊരു ഭർത്താവിനെ ദുനിയാവിൽ കൊടുക്കുന്നു എന്നതാണ്. ഈ ദുനിയാവിലും പരലോകത്തും നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ, നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, ഈ പ്രയാസങ്ങൾ, അതുപോലെ നമ്മുടെ കുറവുകൾ, ന്യൂനതകൾ, ഇതൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന പ്രാർത്ഥനയാണ് മൂന്നാമത് നമ്മൾ പ്രാർത്ഥിപ്പിക്കുന്ന പ്രാർത്ഥന. നാലാമത് നാം പ്രാർത്ഥിക്കുന്നത് വർഫഅനി, അല്ലാഹുവേ നീ എൻ്റെ പദവിയെ നീ ഉയർത്തണമേ. അല്ലേ? ലോകത്തെ എല്ലാം ഉയർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. നമ്മുടെ ആരോഗ്യരംഗം ഉയരണമെന്ന് ആഗ്രഹിക്കുക, നമ്മുടെ സമ്പത്ത്, കച്ചവടം, ജോലി, അതിലെല്ലാം സിയാദത്ത്, വർധനവ് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ, അല്ലേ? അതുപോലെ തന്നെ എന്നെക്കുറിച്ചുള്ള മതിപ്പും ഇഷ്ടവും എല്ലാവരിലും വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. മാതാപിതാക്കളെൻ്റെ വാപ്പ ഉമ്മ, അവരുടെ അടുത്ത് മോശപ്പെട്ട ഒരു മകളായി അല്ലാഹുവേ നീ എന്നെ മാറ്റരുത്, മറിച്ച് എൻ്റെ വാപ്പയുടെയും ഉമ്മയുടെയും അരികിൽ അവരുടെ മനസ്സിൽ വലിയ സ്ഥാനവും പദവിയും അല്ലാഹുവേ നീ എനിക്ക് നൽകണേ. എല്ലാം ഉയർന്നു വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? നാലാമത് വർഫഅനി, അല്ലാഹുവേ നീ പദവികൾ ഉയർത്തി നൽകണമേ. ബിലാൽ റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഘട്ടത്തിൽ ചോദിക്കുന്നു, യാ ബിലാൽ, എൻ്റെ ബിലാലെ, ഹദ്ദിസ്നി ബി അർജാ അമലിൻ അമിൽത, നീ ചെയ്ത മഹത്തരമായ കർമ്മം എന്താണെന്ന് നീ എന്നോടൊന്ന് പറഞ്ഞു തന്നേന്നാ. എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം എന്നറിയോ? ബിലാൽ അള്ളാഹിനോട് ചോദിക്കുകയാണ്. ബിലാലെ, ആരാ ചോദിക്കുന്നത്? അന്ത്യദൂതനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിലാലെ, നീ ഏറ്റവും പ്രതിഫലാർഹമായ ഒരു പ്രവൃത്തി എന്തോ നീ ചെയ്തിട്ടുണ്ട്. എൻ്റെ ബിലാലെ, നീ എനിക്കതൊന്ന് പറഞ്ഞു തരുമോ? കാരണം എന്താണെന്നറിയോ? ഫഇന്നി സമിഅതു ദഖ ഫഅലൈക ബൈന യദയ ഫിൽ ജന്നാന, സ്വർഗത്തിൽ എനിക്ക് മുന്നേ നീ നടന്നു പോകുന്നതിൻ്റെ കാലൊച്ച ഞാൻ കേട്ടു എന്നാണ്. സ്വർഗം, ആ സ്വർഗപ്പൂങ്കാവനത്തിൽ ബിലാൽ ഇബ്നു റവാഹ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുന്നിൽ ബിലാലിൻ്റെ കാലടികളുടെ ശബ്ദം ഞാൻ കേട്ടു. ബിലാലെ, നീ എന്തോ കാര്യമായി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എന്താണത് എന്നതാണ്. നോക്കൂ, സ്വഹാബികളൊക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കാൻ.
ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും അമൂല്യവും സുന്ദരവുമായ ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. കഅബാലയത്തിന്റെ മുകളിലേക്ക് കയറി അള്ളാഹുവിന്റെ കലാം ഉച്ചത്തിൽ പ്രഖ്യാപിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെ തെരഞ്ഞെടുക്കണമെങ്ങനെ നോക്കുകയാണ്. റസൂലുള്ളാഹിയുടെ ചാരെ 6 അടി പൊക്കമുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് ഉണ്ട്, വെളുത്തു സുന്ദരനാണ്. അതുപോലെ ഉയർന്ന ദൃഢഗാത്രനായ അബൂബക്കർ സിദ്ദീഖ് അവിടെയുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉണ്ട്, അതുപോലെ തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് ഉണ്ട്. നിങ്ങൾ നോക്കിക്കോ, ഇസ്ലാമിക ചരിത്രത്തിൽ സച്ചരിതരായ ഖലീഫമാരായ ആളുകളടക്കം പ്രഗത്ഭരുടെ ഇടയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈപിടിച്ച് കഅബാലയത്തിന്റെ മുകളിലേക്ക് കയറ്റിയത് ബിലാൽ ഇബ്നു റവാഹയാണ്. വിനയം കൊണ്ട് ആ മരുഭൂമിയിൽ ചുട്ടുപൊള്ളുന്ന പ്രതലത്തിൽ കഴുത്തിൽ കയറിട്ട് ഉബയ്യയും മറ്റുമൊക്കെ നിരന്തരം പീഡിപ്പിച്ച അബസീനിയക്കാരായ കറുത്ത വർഗക്കാരായ അക്കാലഘട്ടത്തിലെ അധകൃതൻ എന്ന് അവർ വിളിച്ച ബിലാൽ ഇബ്നു റവാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് നാം കാണുന്ന മേനി പുതഞ്ഞ ആ സുന്ദരമായ കഅബാലയത്തിന്റെ മുകളിൽ കയറി അല്ലാഹു അക്ബർ എന്ന് വിളിക്കാൻ തെരഞ്ഞെടുത്തു എന്നതാണ്. വിനയം കൊണ്ട് വിനീതരായി കൊണ്ട് അള്ളാഹുവിലേക്ക് ഉയരാൻ സാധിക്കണമെന്നാണ്. അതല്ലേ സൂറത്തുൽ ഇൻശിറാഹിൽ അള്ളാഹു പറഞ്ഞില്ലേ, അലം നശ്റഹ് ലക സ്വദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ലഹ്റക. എന്നിട്ടല്ല പറയുന്നൊരു വാക്കുണ്ടത്, വറഫഅനാ ലക ദിക്റക. മുഹമ്മദേ, നിന്റെ നാമവും യശസ്സുമൊക്കെ നാം ഉയർത്തിയില്ലയോ എന്ന്. വിനീതദാസനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിനീതദാസനായിരുന്നു ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. ആർക്കാണ് ആ സമൂഹത്തിൽ വിനയമില്ലാതെ പോയത്? അത്ഭുതമാണ് ചരിത്രം. അതുകൊണ്ട് വിനയം കൊണ്ട് പടച്ചോനെ നീ എന്നെ ഉയർത്തണമേ അല്ലേ. സുജൂദുകൾക്കിടയിലുള്ള ആ പ്രാർത്ഥനയിൽ 4ാമത് ചോദിച്ചത് അതാണ്. 5ാമത് ചോദിച്ചത് എന്താണെന്നറിയോ? വർസുഖ്നി, അള്ളാഹു എനിക്ക് നീ റിസ്കിനെ തരണമേ അല്ലേ. നമ്മളൊക്കെ ഓരോരോ ജോലികൾ ഉപജീവനങ്ങൾ ചെയ്യുന്ന ആളുകളാണ് ഇരിക്കുന്നത്. എന്തിനാ? റിസ്ക്കിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ചോദിക്കുക പടച്ചോനോട്. ഇതൊക്കെ ആവർത്തിച്ച് പലതുമായി ചോദിക്കുകയാണ്. അതിലൊന്ന് റിസ്ക്കാണ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു റിസ്ക്കിനെ സംബന്ധിച്ചുള്ള ഒരു വീക്ഷണം എന്താണ്? റസൂൽ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കേണ്ട പ്രകാരം ഭരമേൽപ്പിച്ചാൽ അല്ലേ. ആളുകൾ സാധാരണ സങ്കടം പറയാനുള്ളത് എന്താ? കച്ചവടമൊന്നും ഇപ്പം ഇല്ല, ജോലി മഴയായതുകൊണ്ടില്ല, പഴയ പോലുള്ള വരുമാനമില്ല, പഴയ കച്ചവടങ്ങളില്ല, പ്രത്യേകിച്ച് സാലറി ഉണ്ടായിരുന്നത് കുറഞ്ഞു. ഈ പരിഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഇല്ലാത്തവരാരാ ഉള്ളത്? റിസ്ക്കിനെ എനിക്ക് വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുള്ളത് എന്താ? മുഹമ്മദിൻ്റെ കുടുംബത്തിന് എന്ത് വേണമെന്നാ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ ആതി ആല മുഹമ്മദിൻ ഖൂത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന അതായിരുന്നു, മുഹമ്മദിൻ്റെ കുടുംബത്തിന് അന്നെന്നുള്ളത് നൽകണേന്നാ. വളരെ ലോജിക്കായിട്ടുള്ള ഒരു പ്രാർത്ഥന പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. വർസുഖ്നി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ റസൂല പറയാം, നിങ്ങൾ ഭരമേൽപ്പിക്കേണ്ട പ്രകാരം, തവക്കുൽ ചെയ്യേണ്ട പ്രകാരം തവക്കുൽ ചെയ്താൽ പക്ഷികൾക്ക് അല്ലാഹു ആഹാരം കൊടുക്കുന്നത് പോലെ നിങ്ങൾക്ക് കൊടുക്കുമെന്ന. ലൗ അന്നക്കും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി. തവക്കുൽ ചെയ്യേണ്ട അതേ പ്രകാരം മുറപ്രകാരം നിങ്ങൾ തവക്കുൽ ചെയ്താൽ അതൊരു പ്രശ്നം. ആ വാക്കിന് വല്ലാത്തൊരർത്ഥമുണ്ട്. ഹഖ തവക്കുലിഹി എന്ന് പറഞ്ഞു. വെറുതെ തവക്കുൽ ചെയ്തൊന്നല്ല പറഞ്ഞ, അത് തവക്കുൽ ചെയ്യേണ്ട പ്രകാരം എന്ന് പറഞ്ഞാൽ പടച്ചോൽ നമ്മുടെ തവക്കുൽ എങ്ങനെ? നമുക്കൊരു വന്ന ഒരു ഇടങ്ങേറോ ആവശ്യത്തിലോ നമ്മുടെ തവക്കുൽ എങ്ങനെയാണ്? എല്ലാം പൂർണ്ണ വിശ്വാസത്തിൽ പടച്ചോൻ നമ്മൾ എടുക്കലുണ്ടോ? ഉണ്ടോ ഇല്ലേ? നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. പടച്ചോനടുത്ത് അന്ന് കിട്ടിയാൽ കിട്ടട്ടെ എന്നല്ല, അള്ളാഹുവിൽ ഈ ലോകത്തൊരാൾക്കും നൽകാൻ കഴിയാത്തത് നൽകാൻ കഴിയുന്നവനാണ് എല്ലാ കാലത്തും എൻ്റെ റബ്ബ് അല്ലേ. ആണ്. ഈ ലോകത്ത് ആര് തടഞ്ഞാലും ആ തടസ്സത്തെ മറികടക്കാൻ കഴിയുന്നവനാണ് ആര്? എൻ്റെ റബ്ബ്. ഈ ലോകത്ത് ആരൊക്കെ എനിക്ക് നൽകാൻ ശ്രമിച്ചാലും അത് നൽകരുതെന്ന് തീരുമാനിക്കാൻ ശക്തിയുള്ളവനാണ് എൻ്റെ റബ്ബ്. ആ റബ്ബിനോടാണ് നമ്മൾ തവക്കുൽ ചെയ്യുന്നത്. ഒരു സംരംഭത്തിനിറങ്ങിയാൽ, ഒരു വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട് മക്കൾക്കൊരു വിവാഹം ആലോചിച്ചിറങ്ങിയാൽ, ഒരു കച്ചവടത്തിനോ ആവശ്യത്തിനോ യാത്ര പുറപ്പെടുമ്പോൾ, ഇങ്ങനെ ജീവിതത്തിൽ റിസ്ക്കിനായി ഉപജീവനത്തിനായി നമ്മൾ പുറപ്പെടുമ്പോൾ തവക്കുൽ ചെയ്യേണ്ടത് എങ്ങനെ നമ്മൾ പഠിക്കണത്? ഹഖ തവക്കുലിഹിന. അങ്ങനെ ആയാൽ പക്ഷികൾക്ക് വല്ല ഉറപ്പുണ്ടോ? നമ്മുടെ നാട്ടിൽ കാക്കയുണ്ട്, പറവയുണ്ട്, പ്രാവുണ്ട്, തത്തമ്മയുണ്ട്. നിങ്ങൾ നോക്ക്, ലോകത്ത് എന്തോരും. ആരെങ്കിലും വല്ല ഓഫറും കൊടുത്തിട്ടാണ് ഓരോ വഴിക്ക് പോകുന്നത്? ഇല്ല. അവർക്ക് അല്ലാഹു ആഹാരം കൊടുക്കുന്നത് പോലെ ആഹാരം കൊടുക്കുന്നു. അതിന് വെച്ച് ഉപാധി എന്താ?
തവക്കുൽ എന്നാണ്. അപ്പോൾ ഇത് പ്രാർത്ഥിക്കാൻ നമ്മളെവിടെ നിസ്കാരത്തിൽ എന്ത് വർസുഖ്നി, എനിക്ക് നീ ആഹാരം നൽകണമേ എന്ന. ആറാമത് എന്താണെന്നറിയോ? വഹ്ദിനി, അള്ളാഹുവേ നീ എനിക്ക് നൽകിയൊരു സന്മാർഗമുണ്ട്, ഹിദായത്തുണ്ട്. ബന്ധത്തിൻ്റെ പേരിൽ ഒരാൾക്കും നൽകാത്തത് അല്ലേ? അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എത്ര അടുത്ത ആളാ. നമുക്ക് ആ ചരിത്രം കേൾക്കുമ്പോൾ സഹാബിമാരെക്കാളൊരു ഇഷ്ടം തോന്നുന്ന വിധത്തിൽ അബൂ താലിബിൻ്റെ ചെയ്തികളും പ്രവൃത്തികളും നമുക്ക്